വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ്, ചിന്തകളാണ്, അഭിപ്രായങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ മാർപ്പാപ്പ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രസംഗമാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷനോടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയത്, ഈ ഉപദേശം നൽകിയത്. അവിടെ ആ പ്രസംഗത്തിൽ, ആ ചിന്തയിൽ മാർപ്പാപ്പ പറഞ്ഞു, ദുരുപയോഗം, കുട്ടികളെ ദുരുപയോഗിച്ച കാര്യങ്ങളാണ്. ദുരുപയോഗം എന്ന തിന്മ അവസാനിപ്പിക്കുന്നതിൽ നമുക്കുണ്ടായ പരാജയം നമ്മുടെ ദൈവസ്നേഹ സാക്ഷ്യത്തെ മലിനമാക്കിയെന്ന് പാപ്പ പറയുകയാണ്. അത് വളരെ സത്യമാണ്. ദുരുപയോഗം, കുട്ടികളെ ദുരുപയോഗിച്ചത്, മനുഷ്യരെ ദുരുപയോഗിച്ചത്, ആ തിന്മ അവസാനിപ്പിക്കാൻ നമുക്കുണ്ടായ പരാജയം അതിപ്പോഴും നിലനിൽക്കുന്നു. അവിടെ എവിടെയെങ്കിലും നമ്മുടെ ദൈവസ്നേഹ സാക്ഷ്യത്തെ മലിനപ്പെടുത്തിയെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഈ കമ്മീഷൻ അംഗങ്ങളോട്, ഇത് മാർപ്പാപ്പ തുടക്കം കുറിച്ച ഒരു കമ്മീഷനാണ്. നമുക്കറിയാം, സഭയ്ക്കേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അമേരിക്ക, യൂറോപ്പ് മുതലുള്ള രാജ്യങ്ങളിൽ കുട്ടികളെ വൈദികരൊക്കെ ദുരുപയോഗിച്ച്, സന്യസ്തർ, അതുപോലുള്ള ആളുകൾ, നമ്മുടെ വിശ്വാസികൾ, മുതിർന്നവർ ദുരുപയോഗിച്ചതിൻ്റെ ഫലമായി അവർക്കുണ്ടായ മാനസിക, ആന്തരിക, ആത്മീയ വിഷമതകളെക്കുറിച്ചുള്ള കാര്യമാണ്. അത് വളരെ തിന്മ നിറഞ്ഞ കാര്യമാണ് എന്ന് ലോകം കണ്ടെത്തിയിട്ടുള്ള അടുത്ത കാലത്താണ്. നമുക്കറിയാം, കുട്ടികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ദുരുപയോഗം എത്ര ഗൗരവമായിട്ടാണ് ഗവൺമെൻറ്റുകളെല്ലാം കാണുന്നത്. സഭ അത് നേരത്തെ കണ്ടതാണ്. പക്ഷേ അവിടെ അല്പം തരത്തിലുള്ള ഒരു മങ്ങൽ ഏറ്റതാണ്. ഈ ഇപ്പോൾ ഒരു കമ്മീഷനെ നിയമിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ സഭയിൽ വളരെ ഗൗരവപൂർവ്വം നടപ്പാക്കണമെന്ന് പറയുന്നതിനുമൊക്കെ ഇടയായിട്ടുള്ളത്. മാർപ്പാപ്പയുടെ സന്ദേശം ഞാൻ പറയുകയാണ്. ഇത് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഈ പ്രസംഗം ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. സഭയിലെ ലൈംഗിക ദുരുപയോഗം തങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് ആർക്കും സത്യസന്ധമായി പറയാനാവില്ല എന്ന് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ പറയുകയാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷൻ അംഗങ്ങളോടാണ് മാർപ്പാപ്പ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ദുരുപയോഗത്തിൻ്റെ ഇരകൾ അനുഭവിക്കുന്ന സ്ഥായിയായ വ്യാധിയെ പരാമർശിച്ച് ആണ് മാർപ്പാപ്പ ഇത് പറയുന്നത്. അവിടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, തകർന്നവ റിപ്പയർ ചെയ്യാമെന്ന പ്രതീക്ഷയിൽ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കമ്മീഷൻ അംഗങ്ങളോട് മാർപ്പാപ്പ പറഞ്ഞു. നമുക്കതിൻ്റെ മാർപ്പാപ്പയുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാം. രാവിലെയാണ് ഈ പ്രസംഗം നടത്തിയത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. എല്ലാ അംഗങ്ങളെയും, പുത്തൻ അംഗങ്ങളെയും പഴയ അംഗങ്ങളെയും എല്ലാം, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളുന്നതാണ് ഈ കമ്മീഷൻ. അതിനെ മാർപ്പാപ്പ പൊന്തിപ്പിക്കൽ വിശ്വാസ തിരുസംഘവുമായി കൂട്ടിച്ചേർത്ത് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്ന കാര്യം മാർപ്പാപ്പ ആദ്യമേ സൂചിപ്പിച്ചു. 10 കൊല്ലമായി നമ്മൾ തുടക്കം കുറിച്ച കാര്യമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യവും മാർപ്പാപ്പ അവിടെ പറഞ്ഞു. വൈദികർ കുട്ടികൾക്ക് നേരെ നടത്തിയ ലൈംഗിക ദുരുപയോഗങ്ങളും ഈ കേസുകൾ സഭാ നേതാക്കൾ കൈകാര്യം ചെയ്തതിലുണ്ടായ വൈകല്യങ്ങളുമാണ് നമ്മുടെ കാലഘട്ടത്തിൽ സഭ നേരിട്ട വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഭയ്ക്ക് ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണിത്. ഈ പ്രസ്ഥാനത്തിനായി ജീവിതം സമർപ്പിച്ചവരാണ് നിങ്ങളിൽ ധാരാളം പേർ. ഈ കമ്മീഷൻ അതിനെതിരെ നിലകൊള്ളുന്നതാണല്ലോ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്. യുദ്ധവും പട്ടിണിയും മറ്റുള്ളവരുടെ സഹനങ്ങളോടുള്ള നിസ്സംഗതയുമെല്ലാം നമ്മുടെ ലോകത്തിൻ്റെ വലിയ പ്രശ്നങ്ങളാണ്. തീർച്ചയായും യുദ്ധം, പട്ടിണി, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോടുള്ള നിസ്സംഗതയെല്ലാം
വലിയ പ്രശ്നങ്ങളാണ്. അവ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. യുദ്ധവും എല്ലാം പട്ടിണിയും. എങ്കിലും ലൈംഗിക ദുരുപയോഗ പ്രതിസന്ധിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ കാര്യമെന്നും മാർപ്പാപ്പ പറഞ്ഞു. കാരണം ദൈവത്തിൻ്റെ വിമോചിപ്പിക്കുന്ന സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും അവനെ പൂർണ്ണമായി ആശ്ലേഷിക്കുന്നതിനുമുള്ള അവളുടെ ശേഷിയെ അത് ചോർത്തിക്കളയുന്നു എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതാണ് സത്യം. എന്താണ് ദൈവത്തിൻ്റെ വിമോചിപ്പിക്കുന്ന സാന്നിധ്യം. ദൈവം അടിമപ്പെടുത്തുന്നതല്ല, വിമോചിപ്പിക്കുന്നവനാണ്. ആ സാന്നിധ്യത്തിന് അതിനെ പൂർണ്ണമായി ആശ്ലേഷിക്കുന്നതിനും ഉള്ള സഭയുടെ ആ ശേഷിയെ അത് ചോർത്തിക്കളഞ്ഞു. ഈ തിന്മ അവസാനിപ്പിക്കുന്നതിനും അതിലെ ഇരകളെ സഹായിക്കുന്നതിലും വേണ്ട വിധം പ്രവർത്തിക്കുന്നതിലുമുണ്ടായ വീഴ്ച ദൈവസ്നേഹത്തിനുള്ള നമ്മുടെ സാക്ഷ്യത്തെ മലിനമാക്കി എന്ന് മാർപ്പാപ്പ ഇവിടെ പറയുകയാണ്. നമ്മൾ കുമ്പസാരത്തിൻ്റെ ജപം കുമ്പസാരത്തിന് മുമ്പ് ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ പിഴയാളി എന്ന് പറയുന്ന പ്രാർത്ഥന. അവിടെ നാം ചെയ്ത തെറ്റുകൾക്ക് മാത്രമല്ല, ചെയ്യാതെ പോയ നന്മകൾക്കും നാം മാപ്പ് ചോദിക്കുന്നു. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ഉപേക്ഷയാലുണ്ടായ പാപങ്ങൾ എളുപ്പം മറന്നു പോകുന്നവയാണ്. കാരണം വാസ്തവത്തിൽ ഇവ തികച്ചും യാഥാർത്ഥ്യമാണെങ്കിലും ഒരർത്ഥത്തിൽ അവ യാഥാർത്ഥ്യത്തിന് അടുത്തല്ലല്ലോ, നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് വലിയ പാപമാണ് എന്ന അവബോധം നമുക്ക് ഉണ്ടാകണം. വാസ്തവത്തിൽ അവ മറ്റ് പാപങ്ങളെപ്പോലെ അവയേക്കാൾ അധികമല്ലെങ്കിൽ തന്നെ സമൂഹത്തെ മുറിപ്പെടുത്തുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യം ഇവിടെയാണ് സഭയ്ക്ക് ഒരു തെറ്റ്. കുറ്റം ചെയ്തവരെ വേണ്ട രീതിയിൽ ശിക്ഷിച്ചില്ല, അതിന് വേണ്ട രീതിയിൽ പരിഹാരം കാണാൻ ശ്രദ്ധിച്ചില്ല എന്നതാണ് ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന അർത്ഥത്തിൽ പരിശുദ്ധ പിതാവ് ഇവിടെ പറയുന്നത്. സഭാ നേതാക്കന്മാർ തങ്ങൾ ചെയ്യേണ്ടവ ചെയ്യാതിരുന്നത്, പ്രത്യേകിച്ച് വൈദികരുടെ കുറ്റങ്ങൾക്ക് മെത്രാന്മാർ വേണ്ട രീതിയിൽ അതിനെ ശിക്ഷിക്കാതിരുന്നത്, നടപടിയെടുക്കാതിരുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നത് ധാരാളം പേർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി. അടുത്ത വർഷങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധം ക്രൈസ്തവ സമൂഹത്തിലാകെ പടർന്നിട്ടുണ്ട്. അടുത്ത നാളുകളിൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് തെറ്റാണ് എന്ന അപബോധമുണ്ട്. അതേസമയം നാം നിശബ്ദരോ നിഷ്ക്രിയരോ ആയിരുന്നിട്ടില്ല. അടുത്തയിടെ വോയിസ് എസ്തിസ് ലെക്സ് മുന്തി എന്ന മാർപ്പാപ്പയുടെ ഒരു രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ ഇത് കൃത്യമായി ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതികൾ സ്വീകരിക്കുന്നതിനും, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പരാതി പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിനും, പരാതി തരുന്നവരെ സംരക്ഷിക്കുന്നതിനും, അവർ ആക്രമിക്കപ്പെടാതെ നോക്കുന്നതിനും ഈ രേഖയിൽ വകുപ്പുകളുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മെത്രാൻ സമിതികൾക്കും മെത്രാന്മാർക്കും ഈ നിയമത്തെ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താവുന്നതാണ് എന്നും മാർപ്പാപ്പ പറയുകയാണ്. സഭയിലുണ്ടായ ലൈംഗിക ദുരുപയോഗം തങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് ആർക്കും സത്യസന്ധമായി ഇന്ന് പറയാനാവില്ല. പല മുഖങ്ങളുള്ള ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ മാർപ്പാപ്പ 3 കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിഹാരത്തിന് ആത്മീയതയുടെ ഭാഗമാക്കാനും ഈ പരിഹാരങ്ങളെല്ലാം മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ അവരോട് പറയുകയാണ്. ആ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേത്, മനുഷ്യ ജീവനുകൾക്ക് ഉപദ്രവം ചെയ്തിടത്ത് നിരാശയിൽ നിന്നും പ്രത്യാശയും മരണത്തിൽ നിന്നും ജീവനും ഉയർത്തുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തി നാം മനസ്സിൽ കൊണ്ടുവരണം എന്നാണ്. ദുരുപയോഗം മൂലം നിരവധി പേർ അനുഭവിക്കുന്ന നഷ്ടത്തിൻ്റെ ഭീകരമായ അനുഭവം പലപ്പോഴും സഹിക്കുവാൻ വളരെ ഭാരമുള്ളതായി തോന്നാം. കുഞ്ഞുങ്ങൾ ദുരുപയോഗിക്കപ്പെടുന്നത് വഴി അവരുടെ വ്യക്തിത്വത്തിന് ഏൽക്കുന്ന മുറിവ് ഇന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഈ തിന്മ വീണ്ടും തലമുറകളിലൂടെ തുടർന്നു പോകുന്നതിന് കാരണമാകുന്നതിനും ഈ ദുരുപയോഗം ഇടയായിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് ഇതിൻ്റെ നഷ്ടം ഭീകരമാണ്.
അതിൻ്റെ ഭാരം വലുതാണ്. നടപടികൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ട ഭാരം പേറുന്ന സഭാ നേതാക്കന്മാർക്ക് കൈമോശം വന്നത് അവരുടെ വിശ്വാസ്യതയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള നമ്മുടെ ശേഷി തന്നെ ചോർന്നു പോയി. തെറ്റിന് വരുമ്പോൾ നമുക്ക് സന്ദേഹത്തോടെ എവിടെയും നമ്മൾ പരാജയപ്പെടുമ്പോൾ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ നീക്കുന്നതിനുള്ള ശക്തി ചോർന്നു പോവുകയാണല്ലോ. എങ്കിലും എല്ലാ കാലത്തിലും പുതിയ പുനർജന്മത്തിന് ഇടവരുത്തുന്ന ദൈവം ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കുന്നവനാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. തെറ്റുകൾ വന്നാൽ അവയെ പുനർജന്മത്തിന്, പുതിയൊരു ജനനത്തിന് കാരണമാക്കാൻ ഇടയാക്കണം. ഈ അസ്ഥികൾക്ക് ജീവൻ കൊടുത്ത കാര്യം മാർപ്പാപ്പ പറയുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം 6 ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പുതിയ ജീവൻ കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. ആ തരത്തിൽ കാര്യങ്ങൾ നമ്മൾ നീക്കണമെന്നേ ഉള്ളൂ. മുന്നോട്ടുള്ള പാത ക്ലേശകരവും സാഹസികവുമാകുമ്പോഴും ചെളിയിൽ താണു പോകുവാൻ കൂട്ടാക്കാതെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരിലും ഈ പൊതുവായ പ്രശ്നത്തിൽ നിങ്ങളോട് സഹകരിക്കുന്നവരിലും പ്രത്യാശ ജനിപ്പിക്കുവാൻ ശ്രമിക്കുക എന്ന് മാർപ്പാപ്പ ഈ കമ്മീഷൻ അംഗങ്ങളോട് പറയുകയാണ്. മെച്ചപ്പെടുന്നത് വളരെ കുറവാണെന്ന് കാണുമ്പോഴും ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം എന്ന് മാർപ്പാപ്പ അവരെ ആഹ്വാനം ചെയ്തു. രണ്ടാമതായി കാര്യം മാർപ്പാപ്പ പറയുന്നത്, ലൈംഗിക ദുരുപയോഗം സഭയിൽ മാത്രമല്ല, നമ്മുടെ ലോകത്തിലാകെ ഏറെ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ കുറവുകളാണ് ഭയങ്കരമായി എടുത്ത് ലോകം ആഘോഷിച്ചത്. പക്ഷേ ഈ ലോകത്തിൽ ധാരാളം ആളുകൾ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടവരാണ് എന്ന കാര്യം മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. നിരവധി ഇരകൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദുരുപയോഗത്തിൻ്റെ വേദന ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതവരുടെ ജീവിതത്തിൽ തടസ്സത്തിനും തകർച്ചയ്ക്കും ഇന്നും കാരണമാണ് എന്നും പറഞ്ഞു. ദമ്പതികൾ തമ്മിലും മാതാപിതാക്കളുമായും മക്കളുമായും സഹോദരീ സഹോദരന്മാരുമായും സ്നേഹിതരുമായും സഹപ്രവർത്തകരുമായുമുള്ള ബന്ധത്തിൽ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിക്കുന്നു. നമുക്കറിയാം, ദുരുപയോഗിക്കപ്പെടുന്ന ആളുകൾക്ക് നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ് ഒരു വലിയ പ്രശ്നം. സമൂഹങ്ങൾക്ക് വലിയ ആഘാതമേൽക്കുന്നുണ്ട്. അതുവഴി ദുരുപയോഗത്തിൻ്റെ ഗാഢമായ പടർച്ചാരീതി ജനങ്ങളുടെ ഹൃദയങ്ങളിലും അവരുടെ ബന്ധങ്ങളിലും വിനാശവും ഭിന്നിപ്പും സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതും മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ ജീവിതം വിഭജിക്കപ്പെടാനുള്ളതല്ല എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. പൊട്ടിപ്പിളർന്നത് എന്നും പിളർന്നതായി സ്ഥിതി ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും പരസ്പര ബന്ധിതമാണെന്ന് പ്രകൃതിയുടെ ലോകത്തു നിന്ന് നാം പഠിക്കുന്നുണ്ട്. എല്ലാം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. വിശ്വാസ ജീവിതം ഈ ലോകത്തെ വരാനിരിക്കുന്ന ലോകവുമായി ബന്ധിപ്പിക്കുന്നതാണ്. എല്ലാം പരസ്പരം ബന്ധിതമാണ്. ഒന്നും ആരും നഷ്ടപ്പെടരുത് എന്നാണ് ഈശോയ്ക്ക് പിതാവിൽ നിന്നും ലഭിച്ച ദൗത്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39 അത് പറയും. പിതാവ് നൽകിയ ആരും നഷ്ടപ്പെടരുത്. എവിടെ ജീവിതം പൊട്ടിച്ചിതറിയിട്ടുണ്ടോ അവിടെ ചിതറിക്കപ്പെട്ടത് ശരിയാക്കാനാവുമെന്ന പ്രത്യാശയോടെ, പരാജയങ്ങൾ വന്നാൽ നേരെയാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ കഷണങ്ങൾ തിരിച്ച് കൂട്ടിച്ചേർക്കുന്നതിന് സഹായിക്കുവാൻ മാർപ്പാപ്പ ഈ കമ്മീഷൻ അംഗങ്ങളെ ആഹ്വാനം ചെയ്തു. അടുത്ത കാലത്ത് അതിജീവിതരുടെ ഒരു സംഘവുമായി മാർപ്പാപ്പ നടത്തിയ കൂടിക്കാഴ്ച മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുകയാണ്. 50 വർഷം മുമ്പ് അവർ പഠിച്ചിരുന്ന വിദ്യാലയങ്ങൾ നടത്തിയിരുന്ന സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തെ കാണുവാൻ അവരെ ആവശ്യപ്പെട്ടു. ഇത് ഞാൻ പരസ്യമായി പറയുന്നത് അവർ എല്ലാം പരസ്യമായിട്ടായിരുന്നു ചർച്ച ചെയ്തത് എന്നതുകൊണ്ടാണ്. അവരെല്ലാവരും പ്രായം ചെന്നവരായിരുന്നു. സമയം വളരെ വേഗത്തിൽ കടന്നു പോകുന്നു എന്നറിയുന്ന അവർ ബാക്കി കാലം സമാധാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നാൽ അവരെ മുറിപ്പെടുത്തിയ സഭയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ്. തങ്ങൾ സഹിച്ച തിന്മയെ അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല, അന്നു മുതൽ അവർ ഉയർത്തിയ
അവരെ വേട്ടയാടിയ എല്ലാ ചോദ്യങ്ങളുടെയും അവസാനിപ്പിക്കലുമാണ് അവർ ആഗ്രഹിച്ചത്. ശ്രമിക്കപ്പെടണമെന്നും വിശ്വസിക്കപ്പെടണമെന്നും ആണ് അവർക്കുള്ള ആഗ്രഹം. മനസ്സിലാക്കുവാൻ ആരെങ്കിലും തങ്ങളെ സഹായിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ കൂട്ടായി സംസാരിച്ചു. അവർ ധീരമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവരിൽ ഒരാളുടെ മകൾ അപ്പൻ്റെ അനുഭവം കുടുംബത്തിലാകെ ഉണ്ടാക്കിയ പ്രത്യാഘാതം വിവരിച്ചു. കഴിഞ്ഞ കാലത്തെ കീറിയ വസ്ത്രം നന്നാക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഹനദാസൻ്റെ പ്രവൃത്തിയാണത്. സഹനദാസൻ വേദനകളെ ഒഴിവാക്കിയില്ല. പിന്നെയോ നമ്മുടെ എല്ലാം അകൃത്യങ്ങൾ തൻ്റെ മേൽ വഹിച്ചവനാണ്. എസെക്കിയേൽ പറയുന്നുണ്ടല്ലോ 53-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ എല്ലാ അകൃത്യങ്ങളും തൻ്റെ മേൽ വഹിച്ചു. ഇത് സൗഖ്യത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പാതയാണ്. അതാണ് പാത. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പാതയാണത്. ആ പ്രത്യേക സംഭവത്തിൽ ആ ജീവിതക്കാരെല്ലാം ആ സമ്മേളനത്തിൽ യഥാർത്ഥ സംവാദം സാധ്യമായി. അവസാനത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. മാർപ്പാപ്പ പറയുകയാണ്, സഹോദരന്മാരായി സ്വാഗതം ചെയ്യപ്പെടുന്നതായി തങ്ങൾക്ക് അനുഭവപ്പെട്ടതായി അവർ രേഖപ്പെടുത്തി. ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ തിരിച്ചു കിട്ടിയതായും അവർ പറയുകയുണ്ടായി എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ദുരുപയോഗത്തിന് അടിമകളായ പഴയകാലത്തെ മനുഷ്യരുമായുള്ള ഒരു സംവാദം, കണ്ടുമുട്ടലിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം മാർപ്പാപ്പ പറയുന്നു, ഈ കമ്മീഷൻ അംഗങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കരുണയും ആദരവും പ്രകടമാക്കുന്ന സമീപനം വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അമേരിക്കൻ കവിയും ആക്ടിവിസ്റ്റുമായ ആഞ്ചലൂവു ഒരിക്കൽ എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങൾ പറഞ്ഞത് ജനങ്ങൾ മറക്കും എന്ന് ഞാൻ പഠിച്ചു. നിങ്ങൾ ചെയ്തതും ജനം മറക്കും, എന്നാൽ നിങ്ങൾ അവരെ അനുഭവിപ്പിച്ചത് അവർ മറക്കുകയില്ല. അതുകൊണ്ട് പരാതി പറയാതെ, എന്നാൽ സഭയ്ക്ക് വേണ്ടിയുള്ള പരിഹാരത്തിൻ്റെ ഈ നിമിഷം രക്ഷാകര ചരിത്രത്തിൽ ഒരു പുതിയ നിമിഷത്തിന് വഴിയൊരുക്കും എന്ന തിരിച്ചറിവോടെ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ സൗമ്യരാവുക എന്ന് ഈ കമ്മീഷൻ അംഗങ്ങളോട് മാർപ്പാപ്പ പറയുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-2 സൗമ്യതയോടെ അവരെ ഉണർത്താൻ പരിശ്രമിക്കണമെന്നാണല്ലോ അത് ഉപദേശിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പറ്റിപ്പോയിട്ടില്ല എന്ന് അവർക്ക് ബോധ്യം കൊടുക്കണം. ഉത്തിതനായ കർത്താവിൻ്റെ ശരീരത്തിലും പീഡാനുഭവങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മറക്കാതിരിക്കാം. ഇത് ജീവിതത്തിലുണ്ട്. സഹനത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ അടയാളമായിട്ടല്ല, പിന്നെയോ കരുണയുടെയും രൂപാന്തരീകരണത്തിൻ്റെയും അടയാളമായാണ് അത് ഉത്തിതനിൽ നിലനിൽക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് വേദനിക്കുന്ന ഇരകളായി തീർന്ന ആളുകളെ ഈ വലിയ ഉണർവിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ തലമുറയോട് ചെയ്ത പാതകത്തിനും അവർ അനുഭവിക്കുന്ന സഹനത്തിനും പരിഹാരം ചെയ്യുന്നതിനുള്ള സമയമാണിത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നമുക്കായി ഒരു പുതിയ കാലം സജ്ജമാക്കപ്പെടുകയാണ്. ഇപ്പം നമുക്കറിയാം, പുതിയ ഉണർവുണ്ട് എല്ലായിടത്തും. തെറ്റുകൾ വെറുതെ സംഭവിച്ചു പോകാൻ അനുവദിക്കില്ല. കൃത്യമായ നടപടികൾ എടുക്കുന്ന രീതികൾ വന്നു. അത് തിന്മയെ നിയന്ത്രിക്കുന്നതിന് കാരണമായി, ഒഴിവാക്കുന്നതിന് കാരണമാവുകയാണ്. നമുക്കായി ഒരു പുതിയ കാലം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഈസ്റ്റർ എന്ന സംഭവം നമുക്ക് തരുന്നത്. സഹിച്ചവരോടൊപ്പം നാം പങ്കുവയ്ക്കുന്ന പ്രവൃത്തികളാലും കണ്ണുനീർ തുള്ളികളാലും ഫലദായകമാക്കപ്പെട്ട ഒരു പുതിയ വസന്തകാലം ഉള്ളതുകൊണ്ടാണ് നാം മുന്നോട്ടുള്ള യാത്ര നടത്തുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇതാണ് സംഭവിക്കേണ്ടത്. വിവിധ പ്രാദേശിക സഭകളെ സഹായിച്ചുകൊണ്ട് മാർപ്പാപ്പ കമ്മീഷൻ അംഗങ്ങളോട് പറയുന്നു, വീണ്ടും സഭയുടെ ഭീകരമായ ഒരു മുറിവ് ഉണക്കുന്നതിന് സിദ്ധികളും വൈദഗ്ധ്യവും ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എന്നെനിക്കറിയാം. കാരണം കമ്മീഷൻ അംഗങ്ങളിൽ വിദഗ്ധരെയാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊരു രൂപതയുടെയോ ഇടവകയുടെയോ സെമിനാരിയുടെയോ സാധാരണ ജീവിതം മുതൽ മതാധ്യാപകരുടെയും അധ്യാപകരുടെയും
പാസ്റ്ററൽ വർക്കേഴ്സിൻ്റെയും പരിശീലനം വരെ എല്ലായിടത്തും കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം എല്ലാവർക്കുമുള്ള ചട്ടമാണ് എന്ന് പറയണം. വൈദികർ മാത്രമല്ല, സഭയിലെ എല്ലാ വിശ്വാസികളും പോകേണ്ട ഒരു വഴിയാണ് മാർപ്പാപ്പ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചട്ടം. ഈ കാര്യത്തിൽ സന്യാസികളും അപ്പസ്തോലിക ജീവിതത്തിലുള്ളവരും മിണ്ടാമഠങ്ങളിലെ നോവിഷ്യസ് പോലും തങ്ങളുടെ ജീവിതമാകെ യുവജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി ചെലവിട്ട മുതിർന്ന സഹോദരീ സഹോദരന്മാർ പാലിച്ച ശുശ്രൂഷ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി മാർപ്പാപ്പ പറയുകയാണ്. എല്ലാവരുടെയും അന്തസ്സ് അംഗീകരിക്കുക, അതാണ് പ്രധാനം. എല്ലാവരോടും നന്നായി പെരുമാറുക, ആരോഗ്യകരമായ ജീവിത രീതി ഉറപ്പാക്കുക തുടങ്ങിയ പ്രമാണങ്ങൾ ജനങ്ങളുടെ സംസ്കാരമോ സാമൂഹിക നിലയോ നോക്കാതെ സാർവത്രിക നിയമമാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. സാർവത്രിക നിയമമാകണം. എല്ലാ സഭാ നേതാക്കളും വിശ്വാസികളെ ശുശ്രൂഷിക്കുമ്പോൾ ഈ മാർഗരേഖ പാലിക്കണം. എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന ഒരു മാർഗരേഖയാണ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. അതല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അവർക്ക് നൽകിയ മാർഗരേഖയുടെ വെളിച്ചത്തിലുള്ള ആഹ്വാനമാണ് ഇവിടെ കമ്മീഷൻ അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തെ നയിക്കുന്നവരും അവരെ ആദരവോടും അന്തസ്സോടും കൂടി മാനിക്കണമെന്ന് പറയുകയാണ്. ഇരകളായി തീർന്ന ആളുകളെ വാസ്തവത്തിൽ സുരക്ഷയുടെ ഒരു സംസ്കാരം വേരുപാകണമെങ്കിൽ സഭാ നേതാക്കന്മാർക്കിടയിൽ അജപാലനപരമായ ഒരു മാനസാന്തരം ഉണ്ടാകണം. നമ്മളിത് ഒളിച്ചു വയ്ക്കാനുള്ളതല്ല, മറച്ചു വയ്ക്കാനുള്ളതല്ല. നേരിട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. മാർപ്പാപ്പ തുടർന്ന് പറഞ്ഞ് ആഫ്രിക്ക, ഏഷ്യ മുതലായ രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലൊക്കെയുള്ള ഒരു പ്രശ്നം, ലാറ്റിൻ അമേരിക്ക അതുപോലുള്ളത്, സഭയിലെ അസമത്വങ്ങളെ പരിശീലന പരിപാടികളുടെയും ഇരകൾക്കുള്ള സഹായത്തിലൂടെയും നേരിടുവാനുള്ള നിങ്ങളുടെ പദ്ധതികൾ എന്നെ വല്ലാതെ ആവേശഭരിതനാക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ ഈ കമ്മീഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ കുറേയൊക്കെ ഒളിച്ചു നടത്തുന്ന ഒരു രീതിയുണ്ട്, മറയ്ക്കുന്ന രീതിയുണ്ട്. അതിന് മാറ്റമുണ്ടാകണം. എല്ലായിടത്തും നീതിപൂർവം പോകണമെന്ന കാര്യമാണ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുന്നതിന്, നല്ലതാകുന്നതിന്, ദുരുപയോഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ, പരിശീലനവുമായി മുന്നോട്ട് പോകാൻ കമ്മീഷൻ അംഗങ്ങളെ അദ്ദേഹം മാർപ്പാപ്പ നിർബന്ധിച്ചു. ഇത് പ്രധാനപ്പെട്ടതാണ്. ലൈംഗികമായ ദുരുപയോഗം, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്തവരുടേത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന ബോധ്യം ഇന്ന് ലോകത്തിന് മുഴുവൻ വന്നിട്ടുണ്ട്. അത് ഓർക്കാൻ സഭയിലെ അംഗങ്ങൾ, വിശ്വാസികൾ, അധികാരികൾ എല്ലാവരും തയ്യാറാകണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.